അടിപൊളി പടമാണ്. ഇഷ്ടപ്പെട്ടോ? ഒരു പുതിയ രീതിയിലുള്ള പുതിയ പ്രസന്റേഷനുള്ള ഒരു ആക്ഷൻ പടമാണ് കൊണ്ട് ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ആക്ഷൻ പടങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഇതിനകത്ത് ഇപ്പോൾ സിനിമ ആരംഭിക്കുമ്പോൾ തന്നെ ആക്ഷൻ ഹീറോ ആന്റണി വർഗീസ് ആ ഒരു രീതിയിൽ ആക്ഷൻ എങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് കംപ്ലീറ്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ് കൊണ്ടൽ. അതുപോലെ തന്നെ ഈ കഥ നടക്കുന്ന പരിസരം വളരെ പുതുമുള്ളതായി തോന്നി. കംപ്ലീറ്റ് ഒരു കടലിൽ അല്ലെങ്കിൽ നടുക്കടലിൽ നടക്കുന്ന ഒരു ഇതാണ്. അങ്ങനെ ഒരു ഫുൾ അങ്ങനെ നടക്കുന്ന ഒരു സിനിമ മലയാളത്തിൽ കണ്ടിട്ടില്ല. അതായത് ഒട്ടേറെ പുതുമകളുള്ള എന്നാൽ ആക്ഷൻ സിനിമകൾക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി കൂടുതൽ ആക്ഷൻ ബ്ലോക്കുകളുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് കൊണ്ടത്. പെപ്പയുടെ പെർഫോമൻസ്, പെപ്പയുടെ ഇമോഷണൽ സീനുകളും പെപ്പയുടെ ആക്ഷനും എല്ലാം അടിപൊളി. പെപ്പ എങ്ങനെയുണ്ട്? പെപ്പ പടം നല്ല ഫൈറ്റ് ഉണ്ട്. കുറെ പോർഷനൊക്കെ സീൻ തന്നെയാണ്. കടലിൽ തന്നെ ഫുള്ളി അണ്ടർ വാട്ടർ സീനെ കടലിലുള്ള ഇത്തരമുള്ള ഒരു എക്സ്പീരിയൻസ് കാണിച്ചിട്ടുണ്ടോ? മുമ്പുണ്ടല്ലോ, വേറെ ഒരു പടം ഉണ്ടായിരുന്നു, ഷൈൻ ടോമും സണ്ണി വെയിനൊക്കെ ഒരു പടം സീനിൽ തന്നെ അണ്ടർ വാട്ടർ കുറച്ച് സീനൊക്കെ ഉണ്ട്. ഞാൻ എക്സ്പ്ലോർ ചെയ്യുന്നല്ല. തിയേറ്ററിൽ മോശമായിട്ടാണ്. തിയേറ്ററിൽ നല്ല പടം ഉണ്ട്. കാരണം അങ്ങനത്തെ മിക്സിങ് കാര്യങ്ങളൊക്കെയാണ്. ഫൈറ്റ് നല്ല രസമാണ്. ഫൈറ്റൊക്കെ എടുത്ത് പറയണം. ഫൈറ്റാണ് മെയിൻ. ഇത് കുറച്ചധികം ഫൈറ്റ് ഉണ്ട്. പിന്നെ രാജീവ് ഷെട്ടി ഉണ്ട്, നമ്മുടെ അതുപോലെ വില്ലനുണ്ട്. പുള്ളി രസമുണ്ട് പടം. എനിക്കറിയില്ല, ഞാൻ മറ്റു പടങ്ങളൊന്നും വാച്ച് ചെയ്തിട്ടില്ല, എനിക്കറിയില്ല. ആക്ഷികരയാണ്. കഴിഞ്ഞ വർഷം ആഡിറ്റ്സിലൂടെ ഈ വർഷം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ നല്ല ഇടിപ്പടമാണ്. അടിപൊളിയാണ്. എല്ലാവരും മസ്വാച്ചാണ്. തിരുമൊരു പെപ്പ ഇടിപ്പടം തന്നെയാണ്. നല്ല ഇമോഷൻസും ഉണ്ട്. നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്തു. ഇഷ്ടമായോ? നന്നായി. എങ്ങനെയുണ്ടാ സിനിമകളുടെ? നല്ല രസമായിട്ട് ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ട്? തിയേറ്റർ എക്സ്പീരിയൻസ് ആണോ? തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഫൈറ്റൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഫൈറ്റൊക്കെ അടിപൊളി. ഓണം തൂക്കോ? കൊണ്ടലുണ്ടോ ഈ ഓണം? ഓണം കൊണ്ടുപോകണ്ടേ? അടിപൊളിയാണല്ലേ? അടിപൊളിയാണ്. ത്രില്ലടിച്ചിരുന്ന് കാണാം. സൂപ്പർ ഓണം. എല്ലാരും മിസ് ചെയ്യാതെ കാണണം. നല്ല ആക്ഷൻ കടലിലെ സീൻസ് ഒക്കെ ഫൈറ്റുകളൊക്കെ വളരെ ഗംഭീരമായിരിക്കും. ഭയങ്കര മനോഹരം. ഭയങ്കര ദൃശ്യവും വിസ്മയവും തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുന്ന പടമാണ്. തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് പിന്നെ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ഭയങ്കര വിഷ്വൽ പടം നമ്മൾ അഭിനയിച്ച പടമല്ലേ, നന്നായി എന്നല്ലാതെ ഞാനെന്താ പറഞ്ഞു? നന്നായിരിക്കും. തിയേറ്റർ വിഷൻ ട്രീറ്റ് ആണ്. പെപ്പയുടെ ഒരു അഴിഞ്ഞാട്ടാണോ? പെപ്പയുടെ അഴിഞ്ഞാട്ടാണ്. അവസാനത്തെ അഴിഞ്ഞാട്ട് അടിപൊളിയായിട്ടുണ്ട്. ഫൈറ്റൊക്കെ എങ്ങനെയുണ്ട്? അടിപൊളി. ഒരു മസ്റ്റ് വാച്ച് മൂവി. ഒരുപോലെ നന്നായിട്ട് വന്നിട്ടുണ്ട്. മെയിൻലി ഈ പടത്തിൽ അങ്ങനെ ഒരു വലിയ സ്റ്റോറിയോ അങ്ങനെ ഒന്നും പറയാനില്ല. ഒരു ചെറിയൊരു കഥാപരിസരമാണ്. പക്ഷെ അതിന്റെ ഒരു ത്രില്ല് അവസാനം വരെ ആ ഒരു പഞ്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഡയറക്ടർക്ക് സാധിച്ചിട്ടുണ്ട്. തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. കാരണം നമ്മളിപ്പോൾ OTT-ലോ അതിലോ കണ്ടു കഴിഞ്ഞാൽ ഒരു വൺ ലൈനിൽ പെട്ടെന്ന് കഥ മനസ്സിലാവുന്ന രീതിയിലാണ്. പക്ഷേ തിയേറ്ററിൽ ഇരിക്കുമ്പോഴാണ് ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിലും ആ ഒരു പഞ്ചിലും കാണുമ്പോഴാണ് സിനിമയുടെ മുഴുവൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത്.